ഇനി ഈ മന്ത്രിസഭയിൽ ഓരോരുത്തരും എടുത്ത് നോക്കിയാൽ നമുക്കറിയാം. ഒന്നാമത്തത് രമേശ് ചെന്നിത്തലയാണ്, രണ്ടാമത്തത് കെ മുരളീധരനാണ്. രമേശ് ചെന്നിത്തല നമുക്കറിയാം ഒരിക്കലും വി.ഡി. സതീശന്റെ ആളല്ല, അദ്ദേഹം സ്വന്തം നിലപാടുള്ള ഒരാളാണ് രമേശ് ചെന്നിത്തല. രണ്ടാമത്തെ കെ മുരളീധരനാണ്. കെ മുരളീധരൻ ഈ ഘട്ടത്തിൽ വി.ഡി. സതീശനെ പിന്തുണച്ചു മുഖ്യമന്ത്രിയാകാൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിന് ഒരു ബർത്ത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണത്. രണ്ടാമത്തത് ആരാ? എ.പി. അനിൽകുമാർ. മൂന്നാമത്തത് എ.പി. അനിൽകുമാർ. എ.പി. അനിൽകുമാർ ആരാ? എ.പി. അനിൽകുമാർ ഉറപ്പായിട്ടും കെ.സിയുടെ വലങ്കയും ഇടങ്കയുമായിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ വളരെ വിശ്വസ്തനായിട്ടുള്ള അനുയായിയാണ് എ.പി. അനിൽകുമാർ. പിന്നെ നമുക്കറിയാം സണ്ണി ജോസഫ് സാറാണ്. സണ്ണി സാറിനെ സംബന്ധിച്ചോളം അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്നു, നിഷ്പക്ഷമായിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞാലും ഒരു ചായ്വ് യഥാർത്ഥത്തിൽ KC പക്ഷത്തോടുകൂടിയാണ്. അദ്ദേഹമാണ് മൂന്നാമത്തെ ഏറ്റവും പ്രബലനായിട്ടുള്ള ആള് ഇവര് കഴിഞ്ഞ്. അപ്പൊ സണ്ണി ജോസഫ് സാറിന്റെ നിലപാട് നമുക്ക് എന്ത് ചെയ്യാം, അറിയാവുന്നേ ഉള്ളൂ. പിന്നടുത്ത ആരാണ്? പിന്നടുത്തത് PC വിശ്വനാഥാണ്. വളരെ കൃത്യമായി KCയുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ്. മൂന്നാമത്തത് M ലിജു ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ്, നന്നായി ഭരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരാളാണ്, പക്ഷെ KCയുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ്. പിന്നെ ബിന്ദു കൃഷ്ണ, തുളസി, ഇതൊക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് KC പക്ഷക്കാരാണ്. റോജി M ജോൺ, OJ ജനീഷ്, T സിദ്ദിഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 12 അംഗ മന്ത്രിസഭയിൽ 8-9 പേരും KC പക്ഷമാണ്. KC പക്ഷം അല്ലാത്ത ഒരാള് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹവും പകുതി KC പക്ഷമാണ്. കാരണം ഒന്നുകൂടാണ്, സതീശനെതിരെ ഇവർ രണ്ടുപേരും കൂടി ഇപ്പോൾ ഒരു അലയൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൽ സതീശൻ പറഞ്ഞ് ഏതെങ്കിലും ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ട്. ഇപ്പൊ ജയന്തിനെയൊക്കെ സതീശൻ എതിർത്തു കേൾക്കുന്നു. അങ്ങനെ ചില എതിർപ്പുകളല്ലാതെ സതീശന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. രമേശ് ചെന്നിത്തലക്ക് അൻവർ സാദത്തിനെയും അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞോണം പോലെ മറ്റേ ഈ പറയുന്ന IC ബാലകൃഷ്ണനെയൊക്കെ മന്ത്രിയാക്കണമെന്ന് പറഞ്ഞിരുന്നു. അതും എന്ത് ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല. അപ്പൊ സത്യം വന്നിട്ടുണ്ടെങ്കിൽ ഒരു ധനമന്ത്രി ആയി സതീശൻ യഥാർത്ഥത്തിൽ മാറി എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. പിന്നെ സതീശൻ ഓക്കെ മുഖ്യമന്ത്രി എന്നുള്ള നിലക്കുള്ള ഒരു സ്ഥാനം കിട്ടിയാൽ മതി. കാരണം ചർച്ചകളിലും അതുപോലെ തന്നെ മീഡിയകളിലും ഒക്കെ അദ്ദേഹം നിറഞ്ഞ് നിൽക്കും. പക്ഷെ അധികാരം വളരെ കുറവുള്ള ഒരു മുഖ്യമന്ത്രി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം. സത്യത്തില് രമേശ് ചെന്നിത്തലയുടെ അടുത്ത് എന്നിട്ട് സതീശൻ പറഞ്ഞിട്ടുണ്ട്, രമേശ് ചേട്ടാ ഞാൻ ആ കസേരയിൽ ഒന്ന് ഇരുന്നോട്ടെ, നിങ്ങൾ അവിടെ നിന്നോ, ദൈവത്തെ ഓർത്ത് എന്നെ ഒന്ന് ഇരുത്തുന്നതായിരിക്കും